എക്സാം വിന്നർ ഫാമിലി. അപ്പൊ നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിലെ 10 മാർക്കിനടുത്ത് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാം സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടതും ഇങ്ങനെയുള്ള കുഞ്ഞു ട്രിക്സ് ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ മുന്നിൽ അധിക സമയം ഒന്നുമില്ല. അപ്പൊ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അറിഞ്ഞ് അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. എന്നാലേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ഞാൻ പറയാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് എക്സാമിന് പോകുന്നതിന് മുൻപ് ആ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കറിയാം ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. അതിൽ പ്രൊമോഷൻ എന്ന് പറയുന്ന സ്റ്റേജും പ്രൊമോട്ടർ ഫംഗ്ഷനും അതാണ് ഒത്തിരി ഉള്ളത് അല്ലേ. അപ്പൊ 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ കൂടെ 4 മാർക്കിനോ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് പ്രൊമോട്ടറും പ്രൊമോട്ടർ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. 1 വേർഡ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കണം. പിന്നെ നിങ്ങൾ അതിൽ ജസ്റ്റ് ഒരു 1 വേർഡിന് വേണ്ടി നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആണ്. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. എന്നാൽ 1 വേർഡ് ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അല്ലെ. ഒരു കമ്പനി എന്തിന് നിലവിൽ വന്നു, എന്തിനാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പൊ ആ ഡോക്യുമെന്റ് എന്താന്നുള്ളതും അതേപോലെ തന്നെ അതിന്റെ ക്ലോസസ് അല്ലെ. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ. അപ്പൊ അതെല്ലാം ക്ലോസസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ക്ലോസസ് എല്ലാം പഠിച്ചിരിക്കണം. കുറച്ചെങ്കിലും എഴുതാൻ പറ്റുന്ന രീതിയിലാവണം. അതായത് ഓരോ ക്ലോസിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്ക് കോണ്ടന്റ് നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടവും തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യണം, ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടോ, അതായത് വേറെ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ടോപ്പിക്സ് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഇതേപോലെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ, സ്കോർ ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വേറെ ടോപ്പിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് ഓർമ്മയുണ്ടല്ലോ. ഇത്രയും ടോപ്പിക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.